ഹലോ ഗായ്സ്, ഇന്ന് അടിപൊളി ഒരു ഐറ്റമായിട്ടാണ് വന്നത്, അവിൽ മിൽക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ പൊരി അവിൽ ചില അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊരി അവിൽ ഇവിടെ കിട്ടാനില്ല. അപ്പോൾ ഞങ്ങൾ കിട്ടിയത് നമ്മുടെ വെള്ള അവിലാണ്. അപ്പോൾ അത് വാങ്ങിച്ചു. അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ കുറച്ചൊരു കറുമുറു ടൈപ്പ് ആയി വരും. അപ്പോൾ ഒന്ന് ചട്ടി വെച്ചിട്ട് ആവശ്യത്തിനുള്ള അവിൽ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം കൈയെടുക്കാതെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ അത് റോസ്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ശേഷം നമുക്ക് ഇനി അതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ സെറ്റാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 മൈസൂർ പഴം ഇങ്ങനെ കഷ്ണാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള നമ്മുടെ പഞ്ചസാര, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ കട്ടപ്പാലും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പേസ്റ്റ് വരത്തില്ല ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് അടിപൊളി ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം അത് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അവിൽ മിൽക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവിലിടുക. ഒരു 3-4 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ മിക്സിയിൽ നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, മിക്സിയിൽ നമ്മൾ അടിച്ച് വെച്ചാൽ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പഴവും പഞ്ചസാരയും പാലും കൂടെ കൂട്ടി അടിച്ചത് അങ്ങനെ ഒരു 3 ലെയറൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. ഒരു 3-4 സ്പൂണ് വീണ്ടും ഇട്ട് കൊടുക്കുക. ഈ അവിലിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, പിന്നെയും നമ്മൾ നേരത്തെ അടിച്ച് വെച്ച് ചില മിക്സിയിലിട്ട് അടിച്ച് വെച്ച നമ്മുടെ പഴത്തിൻ്റെ മിക്സ് വീണ്ടും ഇട്ട് കൊടുക്കുക. കാണാൻ തന്നെ നല്ല ഭംഗി, ലെയറായിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ ഇങ്ങനെയുള്ളൊരു ത്വര വരും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ റോസ്റ്റഡ് കടലയാണ്. അപ്പോൾ കടല ഇട്ടതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലാക്കി കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അതും ഒന്ന് മുകളിലൊക്കെ ഒന്ന് വെച്ചിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. പിന്നെ നമ്മുടെ ബൂസ്റ്റ് ഉണ്ടല്ലോ, ബൂസ്റ്റിൻ്റെ പൗഡർ കുറച്ചുകൂടെ മുകളിൽ ഇങ്ങനെ ടോപ്പിങ്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലാവിഷായിട്ട് ഇരുന്നിട്ട് അങ്ങനെ കഴിക്കാം. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ പൊരി അവിലില്ലെങ്കിലും നമുക്ക് ഈ അവിലും വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നല്ല